ഹായ് ഹലോ. ഇനി നമുക്ക് നല്ലൊരു ഹെയർ ബോ ചെയ്തെടുക്കാം കേട്ടോ. ഹെയർ ബോയിൽ ഇത് ബീഡ്സും ഗ്ലിറ്റർ ട്യൂബും അതുപോലെ ഫോം ഫ്ലവറും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ കുറച്ച് വീതിയുള്ള ടൈപ്പ് ഗോൾഡൻ ബോയെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രൈസ് തോന്നിക്കുന്ന തരത്തിലുള്ള ബോയാണിത്. അപ്പം നമുക്കിത് പല കളറിലും ഷെയ്ഡിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ആദ്യമായിട്ട് പേൾമുത്തെടുക്കാം കേട്ടോ. പേൾമുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ബീഡ് ഏതെടുത്താലും മതി. ഗ്ലാസ് ബീഡോ ക്രിസ്റ്റൽ ബീഡോ ഏത് വേണോ എടുക്കാം. അപ്പം ഞാൻ എന്നിട്ട് ഇത് നമ്മൾ ടിയാരയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വയറാണ് എടുക്കുന്നത് കേട്ടോ, കമ്പി. അപ്പോൾ ഇതിൽ നമ്മളിത് ഓരോന്നായിട്ട് ഇതുപോലെ കോർത്തെടുക്കുക. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൊത്തത്തിൽ ഒന്നിച്ച് കോർത്തെടുക്കണമെങ്കിൽ എടുക്കാം. ഒരു 25 ബീഡ് നമുക്കിതിലേക്ക് ആദ്യം കോർത്തെടുക്കണം. ഇപ്പം ഇതെല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ചെയ്യാനുള്ള ഇതിൽ നിന്ന് 5 മുത്ത് ഇതുപോലെ മുന്നിലേക്ക് നീക്കിക്കൊണ്ട് വരിക. ബാക്കിയുള്ള മുത്ത് അങ്ങോട്ടങ്ങ് നീക്കിയിട്ടിരുന്നാൽ മതി. എന്നിട്ട് ഇതേപോലെ എടുത്ത് റൗണ്ടിൽ ഇതേപോലെ പിടിക്കുക. എന്നിട്ട് ആ ഭാഗം മുത്തിരിക്കുന്ന ആ ഭാഗം നമ്മുടെ ഒരു 2 വിരലിൽ പിടിച്ചിട്ട് അങ്ങോട്ട് കറക്കി ഇതിനെ ഇങ്ങനെ പെനച്ചെടുക്കുക. ഇതേപോലെ. എന്നിട്ട് കുറച്ച് താഴത്തേക്ക് ഇതേപോലെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ അറ്റം ഉണ്ടല്ലോ കമ്പിയുടെ, ആ അറ്റം പിടിച്ചിട്ട് വീണ്ടും ഒരു 5 മുത്ത് ഇങ്ങോട്ട് നീക്കിയിടുക. എന്നിട്ട് അതിന് കുറച്ച് ഹൈറ്റിൽ ഇതേപോലെ ഒന്ന് നീക്കി ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം കമ്പിക്ക് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഈ ബീഡിനെ ഇങ്ങനെ പിടിച്ച് റൗണ്ടാക്കിയിട്ട് ആ ഭാഗത്തും ഇതുപോലെ ബീഡ് പിടിച്ച് ഇതുപോലെ ചുരുട്ടി എടുക്കാം. അപ്പോൾ ഇവിടെ 2 ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്തെടുക്കാനുള്ള. മൊത്തം ഒരെണ്ണത്തിൽ 5 എണ്ണമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പുറത്തെ വശത്തേക്ക് 5 മുത്തെടുത്തിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 3 ഫ്ലവർ ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് 3ഉം കൂടെ ഇതേപോലെ ചേർത്ത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ചുരുട്ടി വീണ്ടും എടുക്കുക. ഇനി 2 എണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കണം. മൊത്തം 5 എണ്ണം വരണം ഫ്ലവർ. 5 എണ്ണം വരുന്ന ഒരു ബഞ്ച് നമ്മൾ ഒരു വശത്തേക്കാണ് എടുക്കുന്നത്. ഇനി ഇപ്പുറത്തെ വശത്തേക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലെ 5 എണ്ണം വെച്ചിട്ടുള്ള ഒരെണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ 5ഉം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കമ്പി എല്ലാം കൂടി ഇങ്ങനെ ചുരുട്ടി കുറച്ച് താഴത്തേക്ക് വരിക. ഈ നമ്മൾ 5 എണ്ണം ചെയ്തതിൻ്റെ ആ ബാക്കി ഭാഗത്തുണ്ടല്ലോ, എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് നമ്മൾ ഒന്നുകിൽ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചുറ്റിയതിന് ശേഷം കട്ട് ചെയ്താലും മതി. ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ആ കമ്പിയുടെ അറ്റവും കൂടെ പിടിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ആ ഭാഗം കൂടെ ചുറ്റി ഒരു ഇതാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ പെനച്ച് ആ കമ്പി പുറത്ത് വരാൻ പാടില്ല. പുറത്ത് വന്നാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തലയിൽ വെക്കുന്ന സമയത്ത് മുടി ഇതിനിടയ്ക്കായിട്ട് കുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് കമ്പിയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ തന്നെ ഇതുപോലെ ചുരുട്ടിയിട്ട് ഈ അറ്റത്ത് ഇതുപോലെ ഒരു റൗണ്ട് ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് വേണം മൊത്തത്തിൽ ചുറ്റിയെടുക്കാൻ. ഞാനിവിടെ 2ഉം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലിറ്റർ ട്യൂബിനെ കൊണ്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന വൈറ്റ് കളറിലെ ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ. അപ്പോൾ നമുക്കതെടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതളുണ്ടല്ലോ, അതിന് എത്ര സൈസ് വേണമെന്നുള്ള ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് നമ്മളിതുപോലെ മടക്കി നോക്കുമ്പോൾ നമുക്കത് ഈ ഒരു സൈസാണ് വേണ്ടിയുള്ളെങ്കിൽ അതാദ്യം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ അളവ് വെച്ചിട്ട് നമുക്കിതുപോലെ മൊത്തം 6 എണ്ണമാണ് വേണ്ടിയുള്ളത്. അപ്പോൾ 6 എണ്ണം കട്ട് ചെയ്ത് ആദ്യം മാറ്റണം. ഇപ്പോൾ ഇവിടെ 6 എണ്ണവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ വശം ചേർത്ത് വെച്ച് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് 6 എണ്ണവും ചെയ്തെടുക്കണം.
ഇപ്പോൾ ഇവിടെ 6 എണ്ണവും ചെയ്തെടുത്തു. ഇനി ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ആ അറ്റത്തേക്ക് ഒരു ഇതൾ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി അതിൽ ചേർത്ത് നമുക്കിതെല്ലാം റൗണ്ടായിട്ട് ഒട്ടിക്കണം. അതിന് തൊട്ടടുത്തായിട്ട് വീണ്ടും ഞാൻ ഗ്ലൂ തേച്ചിട്ട് അടുത്തതെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് നമുക്ക് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ക്യാൻവാസ് ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന ഭാഗമില്ലേ, അങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗത്തെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് വേണമെങ്കിൽ മാറ്റിയിട്ട് നല്ല ഷേപ്പാക്കി എടുക്കാം. അതാകുമ്പം ബാക്ക് വശത്ത് ക്യാൻവാസ് ഒട്ടിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി നമുക്കിവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് അതിനൊന്ന് ചേർത്ത് ഒട്ടിച്ചാൽ മതിയേ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോം ഫ്ലവർ ഇല്ലേ, ആ ഫ്ലവറിന് പകരം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒട്ടിക്കാം. ഇപ്പം ഞാനിവിടെ ഫോം ഫ്ലവറാണ് വയ്ക്കുന്നത്. ഒരു റോസ് എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഗോൾഡൻ ബോയ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏത് ഭാഗത്താണ് ഫ്ലവർ വരുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ആദ്യം നമ്മൾ ചെയ്തിട്ടില്ലേ ആ ഫ്ലവറിൻ്റെ ബഞ്ച് ചെയ്തില്ലേ ബീഡിനെ കൊണ്ട്, അത് ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗത്ത് ഇതേപോലെ ഇങ്ങറ്റത്ത് കൂടെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഊരിപ്പോവും. എന്നിട്ട് ഈ ഇതൾ പോലെ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം അവിടെ തന്നെ നിന്നോട്ടെ. അതിങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ അനങ്ങില്ലേ, അതുപോലെ ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക. അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ അറ്റം ഒട്ടിക്കാൻ നിൽക്കണ്ട. ഇനി അതേപോലെ ഇപ്പുറത്തെ വശത്ത് നമുക്ക് ബീഡ് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പുറത്ത് ചെയ്ത കണക്ക് കുറച്ച് വിട്ടിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഫ്ലവർ ചെയ്ത ഭാഗത്തേക്ക് ഒട്ടിക്കാൻ നിൽക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്ത് വെച്ച ഫ്ലവർ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്യാപ്പുള്ള വശത്തൊക്കെ ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം. കുഞ്ഞുങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ ഒരു പോത്ത വിധം ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്താലും കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സ്റ്റോൺ കൂടി ഒട്ടിക്കുന്നുണ്ട്. സ്റ്റോൺ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റോൺ ഷീറ്റിൻ്റെ 2 ലെയർ എടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഭാഗത്ത്, ഫുള്ളൊന്നും ഞാൻ എടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം മാത്രം ഇതുപോലെ എടുത്തിട്ട് കുറച്ച് സ്റ്റോൺ 2 വശം ഒരേപോലെ തന്നെ എടുക്കണം കേട്ടോ. എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ ബീഡ് ഒട്ടിച്ചില്ലേ, അതിൻ്റെ അറ്റം മുതൽ നമ്മളിങ്ങോട്ട് താഴേക്കാണ് ഒട്ടിച്ച് തുടങ്ങുന്നത്. കുറച്ച് ഭാഗത്തെ ഒട്ടിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു വശം മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ വശം കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 2 വശത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ബോ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല റേറ്റൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ഹെയർ ബോയാണ്. അതുപോലെ ആ ബീഡ് വെച്ച ഭാഗം കുഞ്ഞുങ്ങൾ ഓടുന്ന സമയത്തൊക്കെ അതിങ്ങനെ ആടുന്ന കണക്ക് നല്ല രസമായിരിക്കും. മുകളിലേക്കും താഴേക്കും ഇങ്ങനെ അത് കുലുങ്ങുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് വേറെ 2 കളറിലും കൂടി ചെയ്തിട്ടുണ്ട്. ഫ്ലവറിൽ മാത്രം ചേഞ്ച് വരുത്തി, അതുപോലെ ഒരെണ്ണത്തിൽ ബീഡിൻ്റെ കളറും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ ട്യൂബും ഇഷ്ടമുള്ള കളറൊക്കെ വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.